ദിവസങ്ങൾ നീണ്ട ഇന്ത്യ പാകിസ്ഥാൻ ഷെല്ലാക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും എല്ലാം ഒരു പരിധിവരെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യ പാകിസ്ഥാൻ സീസ് ഫയർ വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു. അത് നമുക്ക് സമാധാനം തരുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വളരെ കൊടുമ്പിരി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ ഇത്തരത്തിലൊരു സമവായത്തിലേക്ക് എത്താൻ അമേരിക്ക ഇടപെട്ടു. ട്രംപാണ് ഇതിനിടയിൽ മധ്യസ്ഥത വഹിച്ചത് എന്ന തരത്തിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങി എന്നുള്ള തരത്തിൽ, അമേരിക്കയ്ക്ക് മുന്നിൽ സഹായം അഭ്യർത്ഥിച്ചു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഇന്ദിരാഗാന്ധിയോളം വരുമോ നരേന്ദ്രമോദി എന്ന തരത്തിലൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോൾ വളരെ സജീവമായി സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്രയധികം ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യം ഇപ്പുറത്തുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത് മറ്റൊന്നുമല്ല, ഇന്നും തങ്ങൾ പ്രചരിപ്പിച്ച നുണകൾക്ക് അല്ലെങ്കിൽ വ്യാജ വാർത്തകൾക്ക് അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാതെ, ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ഇന്ത്യൻ മാധ്യമങ്ങൾ വാർ റിപ്പോർട്ടിംഗ് എന്ന തരത്തിൽ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് ഇപ്പോഴും ഈ മാധ്യമങ്ങൾ അതിനുള്ള അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. ആ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാൻ പാടില്ല. ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ചർച്ചകളെല്ലാം അവസാനിച്ചാലും തുടരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് മാധ്യമങ്ങൾ എങ്ങനെ 2-3 ദിവസം ഒരടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിച്ചു എന്നത് തന്നെയായിരിക്കണം. പ്രത്യേകിച്ച് 8-ാം തീയതി രാത്രി എന്താണ് ഇന്ത്യയിൽ നടന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്താണ് ഇന്ത്യയിലെ മീഡിയ ഹൗസുകളിൽ, ന്യൂസ് റൂമുകളിൽ നടന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. നാഷണൽ മീഡിയയിൽ നിന്ന് വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാലും മലയാളം മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് ശ്രദ്ധിച്ചാലും ഇതിലെല്ലാം അതിശക്തമായി ഫേക്ക് ന്യൂസുകൾ കടന്നു വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. പുലർച്ചെ 3 മണി വരെ 4 മണി വരെയൊക്കെ നീളുന്ന കണ്ടിന്യൂസ് ലൈവ് ടെലികാസ്റ്റുകൾ നമ്മൾ കണ്ടു. ഇതിനിടയിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ കൃത്യമായ സോഴ്സ് ഇല്ലാതെ ഒരു മാധ്യമത്തിന് ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തൊക്കെ വാർത്തകളാണ് പുറത്തു വന്നത്? പാകിസ്ഥാൻ മിലിറ്ററി ചീഫായിട്ടുള്ള ജനറൽ അസീം മുനീറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു, പകരം മറ്റൊരാളെ നിയമിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ പാകിസ്ഥാൻ ആർമി അല്ലെങ്കിൽ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു. നോക്കൂ, ഫ്ലൈറ്റ് റഡാർ ഓപ്പൺ ചെയ്ത് വെച്ച് ഇന്ത്യയിലെ മാധ്യമങ്ങൾ, മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത് എന്തൊക്കെയാണ്? തുർക്കിയിൽ നിന്നൊരു വിമാനം വന്നിരിക്കുന്നു, അത് നിറയെ ആയുധങ്ങളാണ് എന്ന് ഒരു അടിസ്ഥാനവുമില്ലാതെ, ഒരു സോഴ്സും ഇല്ലാതെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ്? ട്വിറ്ററിൽ 8000-ഓളം അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചു. അതിനകത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകൾ കൂടിയുണ്ട്. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തയനുസരിച്ച് ഔട്ട്ലുക്ക് ഇന്ത്യയുടെ എക്സ് ഹാൻഡിൽ പോലും ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോഴും ട്വിറ്ററിലൂടെ ശക്തമായ ഫേക്ക് ന്യൂസുകൾ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യ പാക് വാർ എന്ന ഹാഷ്ടാഗ് എങ്ങനെയാണ് ഇത്രയധികം പ്രചാരം ലഭിക്കുന്നത് ഈ സമയത്ത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധത്തിലല്ല, എന്നിട്ട് പോലും ഇന്ത്യ പാക് വാർ എന്ന ഹാഷ്ടാഗ് ട്രെൻഡിങ് ആവുന്നത് തടയാൻ, അതിനെ നീക്കം ചെയ്യാൻ എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾക്ക് ഇടപെടാൻ സാധിക്കുന്നില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യൻ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച മറ്റ് വ്യാജ വാർത്തകൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കറാച്ചി തുറമുഖം തകർത്തു, ഇന്ത്യയുടെ INS വിക്രാന്ത് പോയി കറാച്ചി തുറമുഖം അടിച്ച് തകർത്തിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ മലയാളം മാധ്യമങ്ങൾ പോലും സർവ്വ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ ഗ്രാഫിക്സ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അസീം മുനീറിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പാക് പ്രധാനമന്ത്രി സുരക്ഷാ കാരണങ്ങളാൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി വിട്ട് ബങ്കറുകളിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു എന്ന വാർത്ത പോലും നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അത് മാത്രമല്ല, ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള, കറാച്ചി ഉൾപ്പെടെയുള്ള, ലാഹോർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പാകിസ്ഥാനിലെ നഗരങ്ങളെ ഇന്ത്യ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ അജിത് ഡോവലിനെ, ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിനെ കോട്ട് ചെയ്തുകൊണ്ട് മലയാളം മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അജിത് ഡോവലിൻ്റെ ഒരു ഫേക്ക് അക്കൗണ്ടിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ടുകളെല്ലാം നടന്നിട്ടുള്ളത്. ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്ന വാർത്തയെ ഫാക്ട് ചെക്ക് ചെയ്യാൻ പോലുമുള്ള സന്നാഹമില്ലാത്ത, സൗകര്യമില്ലാത്ത സ്ഥലങ്ങളാണോ ഇന്ത്യയിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ന്യൂസ് റൂമുകൾ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം വാർ ടൈമിൽ മാധ്യമങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു വാർ എക്സ്ട്രയുടെ ഭാഗമാണ്. ഈ വാർ എക്സ്ട്ര എന്ന് പറയുന്ന വാക്ക് പോലും 1890-കളിൽ സംഭവിച്ച സ്പാനിഷ് അമേരിക്കൻ യുദ്ധത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന, അല്ലെങ്കിൽ അന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വാക്കാണ്. എന്താണ് വാർ എക്സ്ട്ര? വാർ എക്സ്ട്ര എന്ന് പറഞ്ഞാൽ വാറിൻ്റെ സമയത്ത്, യുദ്ധത്തിൻ്റെ സമയത്ത് മാധ്യമങ്ങൾ ഒരു എക്സ്ട്രാ എഡിഷൻ കൂടി വിൽക്കാൻ ശ്രമിക്കുന്നതിനെയാണ്
അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് വാർ എക്സ്ട്രാ എന്ന് പറയുന്നത്. തങ്ങളുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക, തങ്ങളുടെ റീച്ച് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക, അതിനെയാണ് വാർ എക്സ്ട്രാ എന്ന് വിളിക്കുന്നത്. ആ വാർ എക്സ്ട്രാ നിർമ്മിക്കാനാണ് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും, മലയാളം മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചത് എന്നുള്ളത് കൃത്യമാണ്, അതിൽ തർക്കമില്ല. ഇതേ സ്പാനിഷ് അമേരിക്കൻ യുദ്ധത്തിൻ്റെ സമയത്ത് ന്യൂയോർക്ക് ജേണലിൻ്റെ എഡിറ്ററായിരുന്ന വില്യം റാൻഡോൾഫ് ഹിയർസ്റ്റ് എഴുതിയ ഒരു കത്ത്, അദ്ദേഹം എഴുതിയൊരു വാചകം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ സമയത്ത്. അത് ഉദ്ധരിച്ചുകൊണ്ട് പലരും ലേഖനങ്ങൾ എഴുതുന്നത് തന്നെ നമ്മൾ കണ്ടു. അദ്ദേഹം പറയുന്നത് യു ഫർണിഷ് ദ പിക്ചേഴ്സ്, ഐ വിൽ ഫർണിഷ് ദ വാർ എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ചിത്രങ്ങൾ ഉണ്ടാക്കൂ, വാറാണെന്ന് തോന്നിക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ നിർമ്മിക്കൂ, ഞാൻ യുദ്ധം നിർമ്മിച്ചെടുക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതേ സമയത്ത് ഇതേ 1890കളുടെ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യാനോപോളിസ് എന്ന് പറയുന്ന മാധ്യമത്തിൽ വന്ന മറ്റൊരു പോർഷൻ കൂടിയുണ്ട്. അതായത് ഈ യെല്ലോ ജേർണലിസം എങ്ങനെയാണ് വാറിനെ സഹായിക്കുന്നത്, യുദ്ധത്തെ സഹായിക്കുന്നത്, യുദ്ധം ആഗ്രഹിക്കുന്നവരെ സഹായിക്കുന്നത് എങ്ങനെയാണ് എന്ന വളരെ വിശദമായ റിപ്പോർട്ടേജുകൾ അതിനകത്ത് വന്നിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു എങ്ങനെ ഒരു യെല്ലോ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാം എന്ന് പറയുന്നത്. എങ്ങനെ വാർ എക്സ്ട്രാ ലഭിക്കുന്ന തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കാം എന്ന് അവരതിനകത്ത് പറയുന്നൊരു വളരെ മനോഹരമായ ഭാഗമുണ്ട്. അതിൻ്റെ പേപ്പർ കട്ടിങ്സ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്, ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വായിക്കാവുന്ന സാധനമാണ്. അതിനകത്ത് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു റൂമർ അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് എടുക്കുക, റൂമർ ഓർ ഫാക്റ്റ്, അതായത് ഒന്നുകിൽ ഒരു സത്യം അല്ലെങ്കിൽ ഒരു കെട്ടുകഥ, എന്തായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒന്ന്, കിട്ടുന്നത് എടുത്താൽ മതി, സത്യം കിട്ടണമെന്ന് നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് വേണേൽ കെട്ടുകഥയായാലും കുഴപ്പമില്ല, കെട്ടുകഥ എടുക്കുക, ഒരു വരിയായിരിക്കും ആ കെട്ടുകഥ. ആ ഒരു വരിയെ നിങ്ങളുടെ ഇമാജിനേഷൻ്റെ കാർബോണിക് ആസിഡ് ഗ്യാസ് ഉപയോഗിച്ച് 3 കോളമാക്കി വികസിപ്പിക്കുക. അതായത് നിങ്ങളുടെ ഭാവനയുടെ കാർബോണിക് ആസിഡ് ഗ്യാസ് ഉപയോഗിച്ച് ഗ്യാസ് നിറച്ച് അത് 3 കോളം വാർത്തയാക്കി വികസിപ്പിച്ചെടുക്കുക. നമുക്ക് തോന്നുന്ന എന്തും അതിനകത്ത് എഴുതാം, നമുക്ക് തോന്നുന്ന എല്ലാ കോൺസ്പിറസി തിയറികളും അതിനകത്ത് കുത്തിക്കയറ്റാം, എന്നിട്ട് അതൊരു 3 കോളം വാർത്തയാക്കാം. തീർന്നില്ല കേട്ടോ, 3 കോളം വാർത്തയാകുമ്പോൾ അത് വാർത്തയായി മാറി തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക, അത് തീർന്നില്ല. അതിനൊരു ഹാഫ് കുക്ക്ഡ് ടൈറ്റിൽ കൂടി കൊടുക്കണം. അന്ന് അവർ പറയുന്ന ഉദാഹരണം എന്ന് പറഞ്ഞാൽ പോപ്പ് അമേരിക്കയുടെ കൂടെയാണ് എന്നൊരു ടൈറ്റിൽ കൊടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഒന്നും മനസ്സിലാവില്ല, എന്താണ് പോപ്പ് പറഞ്ഞത് അതൊന്നും മനസ്സിലാവില്ല. അതേപോലെ ഇന്ന് വന്നിരിക്കുന്ന ഈ ഹാഫ് കുക്ക്ഡ് ടൈറ്റിൽസ് എല്ലാം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കറാച്ചി തുറമുഖം തകർത്തു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ബങ്കറിലേക്ക്, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ബങ്കറിലേക്ക് പോയി, അല്ലെങ്കിൽ അസീം മുനീറിനെ അറസ്റ്റ് ചെയ്തു. ഇത്തരത്തിലുള്ളൊരു ടൈറ്റിലും കൂടി കൊടുത്താൽ ഒരു പെർഫെക്റ്റ് വാർ എക്സ്ട്രാ ന്യൂസായിട്ട് അത് മാറി എന്നാണ് ഇന്ത്യാനോപോളിസ് പറയുന്നത്. നോക്കൂ, ഇന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ, മലയാളത്തിലെ മാധ്യമങ്ങളെല്ലാം എങ്ങനെയാണ് ഒരു IT സെൽ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് 8-ാം തീയതി രാത്രി സംഭവിച്ച ആ ലൈവ് ടെലികാസ്റ്റുകളെല്ലാം. അതായത് ഒരു IT സെൽ എങ്ങനെയാണോ ഫാബ്രിക്കേറ്റഡ് ന്യൂസുകൾ പ്രചരിപ്പിക്കുന്നത്, അതേപോലെ വളരെ ക്രെഡിബിളായ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മാധ്യമ പ്രവർത്തകർ ഓൺ എയറിൽ നിന്നുകൊണ്ട് കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇന്ത്യയിലെ മുഴുവൻ എയർപോർട്ടുകളും അടച്ചു എന്ന വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു പച്ച കള്ളമായിരുന്നു. അങ്ങനെ ഈ പറയുന്ന IT സെല്ലുകൾ പ്രവർത്തിക്കുന്നത് പോലെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ പ്രവർത്തിച്ച കാലമാണിത് എന്ന തരത്തിൽ തന്നെ മാധ്യമ ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ IT സെല്ലുകൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നിരവധി പുസ്തകങ്ങൾ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്വാതി ചതുർവേദി എഴുതിയ പുസ്തകമാണ് ഐ എം എ ട്രോൾ എന്ന് പറയുന്ന പുസ്തകം. അത് BJP IT സെല്ലുകളെ കുറിച്ച് സംസാരിക്കുന്ന പുസ്തകമാണ്. അവിടെ എങ്ങനെയാണ് പുതിയ വാർത്തകൾ, ട്രോളുകൾ, മീമുകൾ എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു പൊളിറ്റിക്കൽ അജണ്ട വെച്ച് എന്നുള്ളതിനെ കുറിച്ച് അവർ വളരെ വിശദമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അമോക്ദർ ശർമ്മ എഴുതിയിട്ടുള്ള ദ ബാക്ക് സ്റ്റേജ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന പുസ്തകവും നമ്മൾ ഇതേ സമയത്ത് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമൂഹ മാധ്യമങ്ങൾ എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത്, ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ സമൂഹ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നതുൾപ്പെടെയുള്ള വളരെ വിശദമായ അനലിറ്റിക്സ് ഉള്ള, അതുപോലെ തന്നെ വിശകലനങ്ങളുള്ള പുസ്തകമാണ് ഈ 2 പുസ്തകങ്ങളും. ഇവിടെ ഈ പുസ്തകങ്ങളുടെ റെഫറൻസ് പറയാൻ കാരണം ഇതിൽ IT സെല്ലിനെ അവരെങ്ങനെയാണോ വിശദീകരിക്കുന്നത്, എങ്ങനെയാണോ നിർവചിക്കുന്നത്, അതേ ഡെഫിനിഷനിലേക്ക് ചുരുങ്ങുകയാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തത്. അതായത് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാലവും ഞാൻ ഒരിക്കൽ കൂടി ഇന്ത്യയിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരെയും, തലമുതിർന്ന മുഴുവൻ മാധ്യമപ്രവർത്തകരെയും ഓർമ്മിപ്പിക്കുകയാണ്, ഇനി അങ്ങോട്ടുള്ള ഓരോ മണിക്കൂറും, ഓരോ ദിവസവും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങളൊരു IT സെൽ എടുക്കേണ്ട പണി എടുത്തതിനുള്ള വിമർശനം നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും. അതിന് അക്കൗണ്ടബിൾ ആകേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്, അതിന് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ന്യൂസ് ഹൗസിനകത്തും പുറത്തും നിരന്തരം ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. പൊതുജനങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടേണ്ട കാലമാണ് ഇനി അങ്ങോട്ട് പ്രൊപ്പഗാൻഡിസ്റ്റുകളായ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും വരാനിരിക്കുന്നത്.